ഇത്രയേറെ സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. വീണ്ടും ഒരു ദിവസം, ഒരു നല്ല ശനിയാഴ്ച കൂടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും വചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. മൈക്ക് വേണോ? കേൾക്കാമല്ലോ. മൈക്കില്ലാതെ കേൾക്കാൻ പറ്റുമോ? മൈക്ക് ഇരുന്നോട്ടല്ലേ? മൈക്കില്ലേലും കേൾക്കാം. സ്തോത്രം. എങ്കിലും ഇരുന്നോട്ടെ. വോളിയം തീരെ വയ്ക്കണ്ട, കുറച്ച് വെച്ചാൽ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേരായിരുന്നാലും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വളരണം. ഹല്ലേലൂയ. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ ആ വളർച്ച വരണം. നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്ത് ലൈവ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ സെക്കൻഡിലും ഓരോ കുഞ്ഞുങ്ങളിങ്ങനെ ജനിച്ച് വീണുകൊണ്ടേയിരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടേയിരിക്കണം ആത്മാവിൽ. എന്നാൽ മാത്രമേ നമുക്ക് പിശാചിൻ്റെ കോട്ടകളെ തകർത്ത് അനേകം ജനങ്ങളെ രക്ഷിക്കുന്നവരായിട്ട് എഴുന്നേൽക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ തളർത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. രോഗമായിട്ടോ കഷ്ടതകളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ നമുക്ക് ചുറ്റും നിൽക്കുന്നവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല, തളർത്തിക്കളയാം. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബലം വേണ്ടത്, ശക്തി വേണ്ടത്, കൃപകൾ വേണ്ടത്, കൃപാവരങ്ങൾ വേണ്ടത്. കാരണം നമുക്കതെല്ലാം അതിജീവിച്ചേ മതിയാകൂ. നമ്മൾ ജയിക്കാനായിട്ടാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്, തോൽക്കാനായിട്ടല്ല. ഹല്ലേലൂയ. ദൈവ മക്കളായി, ദൈവപുത്രന്മാരായി, പുതിയ സൃഷ്ടിയായി ഈ ഭൂമിയിൽ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത് ചിലതിൻ്റെ മേൽ വാഴാനാണ്. മരണത്തിൻ്റെ മേൽ ജീവനായി വാഴാനാകുന്നു. ഹല്ലേലൂയ. ഈ പിശാചി ഭൂമിയിൽ മുഴുവൻ മരണം കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ ജീവനായി വാഴണം. ഹല്ലേലൂയ. പിശാചി ദാരിദ്ര്യവും കഷ്ടതയും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സമർത്ഥമായി കൃപയാൽ അതിനെല്ലാം വാഴാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സകലത്തെയും വാഴുന്നവരായി നമ്മൾ തീരണമെങ്കിൽ ഒരു ആത്മീകമായ വളർച്ച നമുക്ക് ആവശ്യമാണ്. നമ്മൾ ശൈശവത്തിലിരിക്കുക, ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും കീഴടക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അവൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് ആത്മീയ ലോകത്തിൽ നോക്കിയാൽ എല്ലാവരും ആത്മീയ ശിശുത്വത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും പരസ്പരം വീണ്ടും വീണ്ടും ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കാനും വളരാനും പഠിക്കാനും എല്ലാം. എന്നാൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ശൈശവത്വം വിട്ടേ മതിയാകൂ. ശിശുത്വം വിട്ട് ഈ നാളുകളിൽ ആത്മാവിൽ ഒന്നിച്ച് വളരാനാണ് കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഈ സന്ദേശങ്ങളെല്ലാം എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. കാരണം നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഒരു പക്ഷേ ആ ഫോർവേഡ് ചെയ്യുന്ന ഈ സന്ദേശത്തിലൂടെ എത്ര ആത്മാക്കളാണ് ദൈവസന്നിധിയിൽ എത്തുക. ഹല്ലേലൂയ. നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് പോയി സുവിശേഷം പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യണം. കാരണം ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. പിശാച് ഒരു ചതിയനെ പോലെ എഴുന്നേറ്റിരിക്കുകയാണ്. ജനങ്ങളെല്ലാം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു സമയത്ത് സത്യം അറിയണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ചില സത്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ അറിയുകയും മറ്റുള്ളവരെ നമ്മൾ അറിയിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ അബ്രഹാം പാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം അദ്ദേഹത്തെ കാണുന്നതിലൊക്കെ. എങ്ങനെയുണ്ട് കർത്താവിൻ്റെ ദാസനെ? സന്തോഷമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു. വളരെ ദൂരെ നിന്ന് താൻ ഓടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കാണാനും ഒരുമിച്ച് പരിചയപ്പെടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട്. ഹല്ലേലൂയ. ഈ വാർദ്ധക്യത്തിലും താൻ യേശുവിന് വേണ്ടി ഒരു പടക്കുതിരെ പോലെ ഓടുന്ന ഒരാളാണ്. ഹല്ലേലൂയ. മനസ്സങ്ങനെ വളരെ യുവത്വമുള്ള ആളാണ് കേട്ടോ. നമ്മൾ പ്രായം നോക്കുമ്പോൾ ശരീരത്തിലൊന്നുമില്ലെങ്കിലും മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുതിരയെ പോലെ കർത്താവിന് വേണ്ടി ഓടുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പിശാചുക്കളൊക്കെ ഇത്തിരി പേടിച്ചേ കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കൽ കൂടി വരത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അത്രയേറെ കർത്താവിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും ദൈവം ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഓർക്കും, കർത്താവെ, ഇത്രയേറെ സർവീസുള്ള അങ്ങയുടെ രാജ്യത്തിൽ ശുശ്രൂഷിച്ച അങ്ങയുടെ സർവൻസ് എന്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം. അതിനുള്ള എന്തോ യോഗ്യതയാണ് അപ്പൻ എനിക്ക് തന്നേക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് പറയാനുള്ളത്, കൃപ ഒന്നു മാത്രം യേശുവേ എന്നെ ഞാനാക്കുന്നത്.
നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കൃപയല്ലാതെ, ഗ്രേസ് അല്ലാതെ നമ്മൾ എന്ത് പറയാനായിട്ട്. ഹല്ലേലൂയ. കർത്താവിന് കൃപയുണ്ടായി നമ്മളെയും തൻ്റെ കൂട്ടുവേലക്കാരായി ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഓർക്കും, എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതിനുള്ള ഒരു യോഗ്യതയോ ക്വാളിഫിക്കേഷനോ ബൈബിൾ പഠനമോ ഒന്നും ഇല്ലാത്ത ഒരു ആളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. എത്രയോ ബൈബിൾ പഠിതാക്കൾ നമുക്ക് ചുറ്റും നോക്കിയാലുണ്ട്, പക്ഷേ അവർക്ക് ആത്മീയമായ എൻകൗണ്ടറുകൾ കുറവാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള. ഹല്ലേലൂയ. അപ്പോൾ ഒന്നും അറിയാത്തവരെയാണ് കർത്താവ് ഇറങ്ങി വന്ന് നിന്ന് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ താണിരിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പലപ്പോഴും വചനമൊക്കെ വായിക്കുമ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാവുന്നില്ലല്ലോ കർത്താവേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം എന്നെ കുഞ്ഞു കുഞ്ഞു ഉപമകളിലൂടെ, കുഞ്ഞു കുഞ്ഞു വിഷൻസിലൂടെ, ദർശനങ്ങളിലൂടെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വചനം പഠിപ്പിച്ചത്. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങളൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല, നല്ല സിമ്പിൾ വേയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും യേശുവിൻ്റെ പിന്നാലെ പഠിക്കാനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കർത്താവ് എവിടെ പോയാലും ആ ലാവണ്യ വാക്ക് കേൾക്കാനായിട്ട് കൂടെ നടക്കുമായിരുന്നു. കാരണം എന്താണ്? ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളൊന്നും അല്ല കർത്താവ് പറഞ്ഞത്, തിയോളജി അല്ല. ഹല്ലേലൂയ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കർത്താവ് പലതും പഠിപ്പിച്ചു ജനങ്ങളെ. അവരെ ഹൃദയത്തിൽ അത് തൊട്ടു. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനാലെ ഒരു ദേവദാസനോ ഒരു ദേവദാസിയോ ശുശ്രൂഷിക്കുമ്പോൾ ഹൃദയത്തിലാണ് ചലനങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തൊടിയിൽ സംഭവിക്കുന്നു. നമ്മുടെ ആത്മാവ് ഉണർത്തപ്പെടുന്നു, ആത്മാവ് കത്തി ജ്വലിക്കുന്നു. ഹല്ലേലൂയ. തീ മൂടിക്കിടക്കുന്നിടത്തും ജ്വലനമുണ്ടാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ജ്വലിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ളവരെ ജ്വലിപ്പിക്കാനായിട്ട് കാരണക്കാരായി തീരും. തീയായിട്ട് അങ്ങനെ നമ്മൾ പുറത്തു വരാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കൃപാവരങ്ങളെ പറ്റിയാണ്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. അതിലിപ്പോൾ നമ്മൾ പഠിച്ചു ഒത്തിരി കാര്യങ്ങൾ, അന്യഭാഷയെപ്പറ്റി, വ്യാഖ്യാനത്തെപ്പറ്റി, പ്രവചനത്തെപ്പറ്റി, അങ്ങനെ പഠിച്ചു വന്ന ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ആത്മാക്കളുടെ വിവേചനമാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് തുടങ്ങി മാത്രം വെച്ചു. എന്താണ് ആത്മാക്കളുടെ വിവേചനം എന്നുപോലും എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. ഒരു തുടക്കം മാത്രം നമ്മൾ ഇട്ട് വെച്ചതേ ഉള്ളൂ. നമ്മളതിനെ ഇന്നൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ പിശാച് ആരാ, എന്താ അവന് ഇത്ര നമ്മളോടൊക്കെ ദേഷ്യം, എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയി മാറി, ആരാണ് ഈ വ്യക്തിത്വം എന്ന് ചെറിയ ഒരളവിൽ ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പേഴ്സണൽ എൻകൗണ്ടറുകൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അത് പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എന്താണ്? വചനത്തിൽ നിന്നാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വചനമാണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. വചനമില്ലാതെ നമ്മൾ എൻ്റെ കുറേ അനുഭവങ്ങൾ പറയുന്നതിനേക്കാളേറെ വചനം പറഞ്ഞതിന് ശേഷം എൻ്റെ അനുഭവങ്ങളും ഒക്കെ ചേർത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആത്മാക്കളെ നമ്മൾ വിവേചിക്കണം. ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കാതെ അത് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണോ എന്ന് വിവേചിച്ചറിയുവിനെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വചനം വായിച്ച് തുടങ്ങിയിരുന്നു. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നായിരുന്നു നമ്മൾ ഒരു വചനം വായിച്ചു തുടങ്ങിയത്. 1 യോഹന്നാൻ 4:1 നമ്മളിങ്ങനെ വായിച്ചു, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്യണമെന്ന്, അത് ടെസ്റ്റ് ചെയ്ത് നമ്മളത് തിരിച്ചറിയണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവദാസിമാരും പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷെ പലയിടത്തും മനസ്സിലാക്കാനായി കഴിയുന്നത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ലെന്നാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ അത്ഭുതങ്ങൾ നടക്കാം, അടയാളങ്ങൾ നടക്കാം, പ്രവചനങ്ങൾ നടക്കാം, എല്ലാം സംഭവിക്കാം. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, അത് പരിശുദ്ധാത്മാവാണോ അവിടെ പ്രവർത്തിക്കുന്നത്, അവിടെ പ്രവർത്തിക്കുന്നത് ദൈവശക്തി തന്നെയാണോ, നമ്മളിൽ എന്തെങ്കിലും വേണ്ടാത്ത ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ടോ അതും അറിയണം. നമ്മൾ മറ്റുള്ളവരെ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ തന്നെ സെൽഫ് ഡിസൈൻ ചെയ്യുകയും വേണം. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ആത്മാവിൻ്റെ അധീനതയിലാണോ? അപ്പോൾ പണ്ട് കാലത്ത് ഒത്തിരി പേർ എന്നോട് സംശയങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചോദിക്കാനിടയായി. സിസ്റ്ററെ, മുമ്പ് കാലത്ത് ഞാൻ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, വിഗ്രഹങ്ങൾക്ക് നേർച്ചകളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്പിരിറ്റുകൾക്ക് എൻ്റെ കുടുംബത്തിൽ സ്വാധീനമുണ്ടാകുമോ യേശുവിനെ അറിഞ്ഞ ശേഷം? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇതിനിടയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റായി നിങ്ങൾക്കത് പറഞ്ഞു തരണമെങ്കിൽ
എൻ്റെ ഈ ക്ലാസ് മുഴുവൻ കഴിഞ്ഞാലേ എനിക്കത് പറഞ്ഞു തരാൻ പറ്റൂ. കാരണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതെങ്ങനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കൂടെ കഴിഞ്ഞ് തൊട്ടടുത്ത ക്ലാസ്സിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. ഒടുവിലായിട്ട് ഞാനത് തീർച്ചയായും പറഞ്ഞു തരും. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്ന എവിടെയെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേർച്ചകളോ പൂജകളോ കാഴ്ചകളോ വഴിപാടുകളോ നിങ്ങൾ അർപ്പിക്കുകയോ ഒക്കെ ചെയ്തത് മൂലം പിശാചിനോ അവൻ്റെ സൈന്യത്തിനോ അവൻ്റെ ദൂതന്മാർക്കോ എന്തെങ്കിലും സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് വിടുതലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റുപറയുകയും ക്രൂശിൻ്റെ ചുവട്ടിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ നിത്യമായ രക്ഷ നമ്മൾ ഏറ്റുപറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് അവന് കിട്ടിയ ചില അവകാശങ്ങളെ നമ്മൾ കീറിക്കളയേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആരാണ് എന്താണ് ഇതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ അടുത്ത ദിവസം ആ ഒരു പ്രാർത്ഥനയോടെ തീർച്ചയായും ഇതിൽ പറയുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥന എഴുതിയെടുക്കുക, എന്തെങ്കിലും ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പഠനത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവിൽ ദൈവത്തിൽ നിന്നും തന്നെയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:24 കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. അതാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ദൈവം ആത്മാവാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ആത്മാവാകുന്നു. ഇനി നമ്മൾ ആത്മാവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് 1 കൊരിന്ത്യർ 6:17 നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് എടുത്ത ആൾക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ തന്നെയാണോ എന്ന് അറിയത്തില്ല, നിങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലാവും. 1 കൊരിന്ത്യർ 6:17 ഒന്ന് എടുത്താട്ടെ. കർത്താവുമായി പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവ് ആകുന്നു. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ആ 17ാമത്തെ വാക്യമാണ് വേണ്ടത്. ബട്ട് ദ പേഴ്സൺ ഹു ഈസ് യുണൈറ്റഡ് ടു ദ ലോർഡ് ബിക്കം ഓൺ സ്പിരിറ്റ് വിത്ത് ഹിം. ഹല്ലേലൂയ. കർത്താവുമായി ചേരുന്ന ഏവനും, നമ്മളെല്ലാം യേശുവിനോട് കൂടെ ചേർന്ന ആൾക്കാരാണോ? ആണോ അല്ലയോ? യെസ് ഓർ നോ? ആണോ അപ്പച്ച? ആണ്. സഹോദരൻ എന്ത് പറയുന്നു? ആണ്. യേശുവിനോട് കൂടെ നിങ്ങൾ ചേർന്നെങ്കിൽ ആൻറ്റി എന്ത് പറയുന്നു? വയ്ക്കിരിക്കുന്ന ആൾ എല്ലാവരോടും കൂടെ പറയട്ടെ, നിങ്ങൾ എന്തായി മാറിക്കഴിഞ്ഞു? കർത്താവുമായി ചേർന്ന് ഏക ആത്മാവായി മാറി. വൺ സ്പിരിറ്റ് വിത്ത് ഹിം. ഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു. യേശുവുമായി ചേർന്ന് ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു? ഒരേ ആത്മാവായി നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി. അപ്പോൾ പറഞ്ഞാട്ടെ, ഞാൻ ആത്മാവാകുന്നു. എൻ്റെ പേര് പറഞ്ഞിട്ട് പറ. അമൃത. നിങ്ങളുടെ പേര് പറ. യൂട്യൂബിൽ കാണുന്നവർ നിങ്ങളുടെ പേര് പറ. ഞാൻ ഈ ശരീരമല്ല. പേര് പറഞ്ഞിട്ട് പറ. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് കയറട്ടെ. ഞാൻ ആരാണ്? ആത്മാവാണ്. യേശുവിനോട് കൂടെ ഞാൻ ചേർന്ന് ആത്മാവായി മാറിയിരിക്കുന്നു. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ഐ ആം എ ന്യൂ ക്രിയേഷൻ ആൻഡ് ഐ ആം എ സ്പിരിറ്റ് ബീയിങ്. ഹല്ലേലൂയ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഞാൻ ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാ ആത്മാവിൽ വളരണം. ജഡത്തിൽ വളർന്നിട്ടൊരു കാര്യമില്ല. കാരണം ഞാനിപ്പോൾ ആരാ? ആത്മാവാ. എന്നാൽ 10-25 വർഷം കൊണ്ട് നമ്മൾ ബൈബിൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഈ സത്യം അറിയാത്തവരുണ്ട്. ഉണ്ടോ അപ്പച്ച? ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവാണെന്ന് അപ്പച്ചൻ വഴിയെ പോയിട്ട് അടുത്ത് പോകുന്ന ഒരു വ്യക്തിയോട് ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അംഗീകരിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? അവർക്കറിയില്ല. ഇവൻ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരോട് വേറെ ആളെ നമ്മൾ നോക്കണ്ടല്ലോ, അവർ പോട്ടെ. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരോട് നിങ്ങൾ പോയി പറയണം, ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ അവർ? ഡു ദേ ബിലീവ്? വിശ്വസിക്കോ? ഇല്ലല്ലേ. അയ്യോ, ഇവൻ ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഇന്ന് തൊട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എവിടെയാണ് ആരാധനയ്ക്ക് പോകുന്നത്? ആ സ്ഥലം ശരിയല്ലെന്നാണ് തോന്നുന്നത്. ബൈബിളിലുള്ള സത്യമാണ് ഈ പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കുന്നവരായും ഇത് പറയുന്നവരായും ഈ ട്രൂത്തിൽ ജീവിക്കുന്നവരായും തീർന്നാലേ കർത്താവിന് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ആത്മാവാണെന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം, പിന്നെ അങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പറയണം, അങ്ങനെ ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല, പിന്നെയാണ് പിശാചിനെ നമ്മൾ അറിയാൻ വേണ്ടി നടക്കുന്നത്. ആദ്യം നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ഞാൻ ജഡമല്ലെന്ന് തിരിച്ചറിയാം. എനിക്കൊരു ശരീരം ഉണ്ട്, ജഡശരീരം സത്യമാണ്, വാസ്തവമാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാനിപ്പോൾ അതല്ലെന്ന്. ഹല്ലേലൂയ. ഞാനിപ്പോൾ അതല്ല. നിങ്ങളുടെ ജഡത്തെ നോക്കി എത്രയോ പേര് എന്തെല്ലാം കുറ്റം പറയുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സഹോദരിമാർ തമ്മിൽ ഇത്തിരി ഒരു വഴക്കുണ്ടായി. അപ്പോൾ അവർ വിഷയങ്ങൾ തീർക്കാനായിട്ട് എന്നെ വിളിച്ചു. സിസ്റ്ററേ, എൻ്റെ സഹോദരി എന്നോട് മിണ്ടുന്നില്ല, പിണങ്ങിയിരിക്കുവാണ്. അപ്പോൾ ആ സിസ്റ്ററിനെ ഞാൻ വിളിച്ചു. അപ്പോൾ ആ സിസ്റ്ററും പിണക്കമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, പിണങ്ങിയിരിക്കുകയാണ്. അവർ നല്ല സ്നേഹമുള്ള 2 വ്യക്തികളാണ്. അപ്പോൾ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവർ വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു. ആ വ്യക്തി എനിക്ക് മോശമായ കാര്യങ്ങൾ മെസ്സേജ് അയച്ചു. അതുകൊണ്ട് ഞാനിനി അവളോട് മിണ്ടില്ല. തിരിച്ചും ചോദിച്ചപ്പോൾ ഇയാളും അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ 2 പേരോടും കൂടെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ആത്മാവായിട്ടില്ല. നിങ്ങളിപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എവിടെ നോക്കിയാണ്? ശരീരം നോക്കിയും വാക്കുകൾ നോക്കിയൊക്കെ അല്ലേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിക്കും ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തി ജഡത്തിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. കാരണം അങ്ങനെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുകയും ശരീരത്തെ നോക്കി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആത്മാവല്ല. ഹല്ലേലൂയ. അവൻ ഇന്നും ജഡം തന്നെയല്ലോ. അവർക്കിടയിൽ ഭിന്നത, പിണക്കം, വിദ്വേഷം ഇതെല്ലാം ഇരിക്കുന്നു. അതിലവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിലവർ ജീവിക്കുന്നു. ക്രിസ്ത്യാനിയാണോ? അതെ. എന്ത് ക്രിസ്ത്യാനി? യേശുവിനെ അനുഗമിക്കുന്നവനത്രേ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ക്രിസ്ത്യാൻ്റെ അനുയായി, അതാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. നമ്മളിതുവരെ ആത്മാവിലൊന്നായിട്ട് പോലുമില്ല. നമ്മൾ ആത്മാവാണെന്ന് വിശ്വസിച്ചിട്ടുമില്ല. ഇതൊന്നും നിങ്ങളുടെ അകത്തേക്ക് കയറാൻ വേണ്ടി ഇത് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി തന്നതാ. ഇന്നു മുതൽ നമ്മുടെ വിശ്വാസം മാറണം, അത് പറയണം. കൂടെ നിൽക്കുന്നവരൊരു പക്ഷേ അത് അംഗീകരിച്ചു ഒന്നും വരില്ല, വേണ്ട. ഹല്ലേലൂയ. ഒരു പക്ഷേ ചർച്ചിൽ പോയി പാസ്റ്ററോട് ചോദിക്കണം, നിങ്ങളൊക്കെ പോകുന്നിടത്ത്, ഡിയർ പാസ്റ്റർ, ഞാനൊരു ആത്മാവാണോ? ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യേശുവിനോട് കൂടെ ചേർന്ന് ഒരു ആത്മാവായി മാറിയെന്ന്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്ത് പറയണമെന്ന് നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പറയില്ല. കാരണം പറയണമെങ്കിൽ അത് ആദ്യം വിശ്വസിക്കണം, എന്നാലല്ലേ പറയാൻ പറ്റൂ. ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ പറയുമോ? ഇല്ല, പറയാൻ പറ്റില്ല. സോ എനിക്കെങ്ങനെയാണ് വിശ്വാസം വന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഡയറക്റ്റ് ഞാനത് ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി, ദൈവശബ്ദം. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവാണ്, നീ എൻ്റെ പുത്രനാണ്, ഞാനാണ് നിന്നെ ജനിപ്പിച്ചത്, എൻ്റെ അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ നിന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഈ വാസം ചെയ്യുന്ന എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് യേശു വസിക്കുന്ന മന്ദിരം അല്ലേ? ആണോ? ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തും പോവില്ല. എന്തുകൊണ്ടാ? ജീവനുള്ള ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കേ ഞാൻ ആ ജീവനുള്ള ദൈവത്തെയും കൊണ്ടൊരു വിഗ്രഹത്തിനടുത്ത് വണങ്ങുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ ഇന്ന് വിഗ്രഹത്തിൻ്റെ അടുക്കൽ, അത്ഭുതം നടക്കുന്നിടത്ത്, അടയാളം നടക്കുന്നിടത്ത് ഓടിപ്പോകുന്നു? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല. അത് പറഞ്ഞു കൊടുക്കുന്ന ആരുമില്ല, അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. സത്യം അവരറിയാത്തത് കൊണ്ട് അവരുടെ ഹൃദയം കള്ളപ്പിശാച് കുരുടാക്കി വെച്ച് പാവങ്ങളെ വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അറിഞ്ഞ നമ്മളെങ്കിലും, കണ്ണു തുറന്ന നമ്മളെങ്കിലും, സഹോദര സഹോദരി, നിന്റെ ഉള്ളിൽ ജീവനുള്ള ദൈവം
വസിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്ക്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, നിന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. ഹല്ലേലൂയ. ആ യേശുവിനെ നീ ഒന്ന് കണ്ണു തുറന്ന് മനസ്സിലാക്കിയാൽ നീ വെളിച്ചത്തിലേക്ക് വരും. ഹല്ലേലൂയ. അത് പറഞ്ഞു കൊടുക്കുന്നവരായിട്ട് നമ്മൾ തീരണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആത്മാവാകുന്നു, നമ്മൾ ആത്മാവാകുന്നു. ഇനി ആരാണ് ദൂതന്മാർ എന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1:14. ചുമയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കംപ്ലീറ്റ് മാറിയിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാലേ എനിക്കും അത് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. എബ്രായർ 1:14 ഒന്ന് ആരെങ്കിലും എടുത്തവരൊന്ന് വായിച്ചേ. ആ, അവരെന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ പറയുന്നത്? ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ആർ നോട്ട് ദ ഏഞ്ചൽസ് ഓൾ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് സെൻഡ് ഔട്ട് ഇൻ ദ സർവീസ് ഓഫ് ദോസ് ഹൂ ആർ ടു ഇൻഹെറിറ്റ് സാൽവേഷൻ. രക്ഷ പ്രാപിക്കാനുള്ളവർ, അല്ലെങ്കിൽ രക്ഷ ആരെല്ലാം പ്രാപിച്ചോ, അല്ലെങ്കിൽ ഇനി ആരെല്ലാം പ്രാപിക്കാനുണ്ട്, അതെല്ലാം കർത്താവിന് അറിയാം അല്ലേ. അവർക്ക് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന സേവകാത്മാക്കൾ, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ആണ്. ആര്? ദൂതന്മാർ. അപ്പോൾ ദൂതന്മാർ എന്താണ്? സ്പിരിറ്റ്സ് ആണ്. അത് പറഞ്ഞു തരാനാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അവരും. പിശാച് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? വീണുപോയ ഒരു ദൂതനാണ്. മനസ്സിലായോ? എങ്ങനെ അവൻ വീണുപോയി? എങ്ങനെയാണ് പിശാച് വീണുപോയത്? ബൈബിൾ പറയുന്നു അവൻ എന്തുണ്ടായി? ദൈവത്തെക്കാൾ മുകളിൽ കയറണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായി. മനോഹരനായ ഒരു ദൂതനായിരുന്നു ആര്? ഈ പിശാച് എന്ന് ഇന്ന് അറിയപ്പെടുന്ന ആള്. ഹല്ലേലൂയ. നമുക്ക് അവൻ്റെ വീഴ്ചയെ പറ്റി ഒന്ന് വായിച്ചാലോ. യെശയ്യാവ് 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 14. ഇതിനെക്കുറിച്ച് അല്പമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കാര്യങ്ങളൊന്നും പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. യെശയ്യാവ് 14:12 മുതൽ. അരുണോദയ പുത്രൻ, ശുക്ര, അത് തന്നെ. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് എവിടെ വയ്ക്കുമെന്ന്? മീതെ വയ്ക്കും. അപ്പോൾ അവൻ ദൈവം സൃഷ്ടിച്ച ഒരു ദൂതനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവൻ എങ്ങനെയാണ് അഹങ്കാരം ശരിക്കും ഉണ്ടായത്? അവന് ദൈവത്തെക്കാൾ വലിയവനാവണമെന്ന് തോന്നി. മനസ്സിലായോ? നോക്കിയപ്പോൾ ഇതാണ്ടേ ദൈവത്തെ എല്ലാ ദൂതന്മാരും അങ്ങ് ആരാധിക്കുന്നു. ഇങ്ങനെ ഒരു പൊസിഷൻ എന്ത് ചെയ്യണം? എനിക്കും വേണം. കേവലം അതിന് താഴെ ഇരുന്നാൽ പോരാ, എനിക്ക് മുകളിൽ കയറണം. ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള മനുഷ്യരല്ലേ ഇന്ന്? എല്ലാവരെയും എങ്ങനെയെങ്കിലും തള്ളിയിട്ടിട്ട്, എന്ത് കൂടോത്രമെങ്കിൽ കൂടോത്രം, ആഭിചാരമെങ്കിൽ ആഭിചാരം, ശുദ്രമെങ്കിൽ ശുദ്രം, മന്ത്രമെങ്കിൽ മന്ത്രം, നേർച്ചയെങ്കിൽ നേർച്ച, എന്തു ചെയ്തിട്ടെങ്കിലും ഇവനെല്ലാം തള്ളി താഴെയാക്കിയിട്ട് എനിക്കൊന്നാമതാകണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ? അവൻ്റെ അകത്ത് ഇരിക്കുന്ന ആളിതാ. ഈ സ്പിരിറ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിനു വേണ്ടി. പക്ഷെ അവരറിയുന്നില്ല ഇവനാണ് അകത്ത് വർക്കിംഗ് എന്നറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ കയറണം എന്ന് ഇവനൊരു ആഗ്രഹം ഉണ്ടായി. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ, ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതിന് മുകളിലേക്ക് കയറി വരണം എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ അറിയാം. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറിയിലാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരോ അധികാരങ്ങൾ കൊടുത്ത്. ഏഞ്ചൽസിനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്നല്ലെന്ന് മനസ്സിലാവും. സാറാഫിൻസ് ആർ ദെയർ,
പിന്നെ ആരുണ്ട്? ചെരുബീംസ് ഉണ്ട്. പിന്നെ പിന്നെ ആരൊക്കെയാണുള്ളത്? ആർക്കേഞ്ചൽസ് ഉണ്ട്. സാധാരണ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ആയിട്ടുള്ള ദൂതന്മാരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഇവനെ ദൈവം ഒരു റാങ്കിങ്ങിലും ഒരു പദവിയിലും ജ്ഞാനത്തോടെയും സൗന്ദര്യപൂർണനുമായിട്ട് സൃഷ്ടിച്ചിരുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ചിന്ത വന്നപ്പോൾ തന്നെ കർത്താവ് അറിഞ്ഞു. ദൂതനായാലും മനുഷ്യരായാലും ഒരു ചിന്ത നമ്മളിൽ നിന്ന് വന്ന ആരറിയും? ദൈവം അറിയും. മനുഷ്യരെ നമുക്ക് ഒളിപ്പിക്കാം അല്ലേ? നമ്മുടെ ഉള്ളിൽ ഏതെല്ലാം ദുഷ്ടചിന്തയാണ് ഇരിക്കുന്നതെന്ന് മനുഷ്യനെ നമുക്ക് ഒളിപ്പിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഒരു ചിന്ത വന്നാൽ അത് ആത്മലോകത്തിലൊരു ഭാഷയായി മാറുകയാണ്. നമ്മൾ വിചാരിക്കും ഞാൻ ചിന്തിക്കുന്നതൊന്നും ആരും അറിയുന്നില്ലല്ലോ. എന്നാൽ ആരറിയുന്നു? ദൈവം അത് അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ വേണമെന്നുള്ളതും ചിന്തിക്കും, വേണ്ടാത്തതും ചിന്തിക്കും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് ചിന്തിക്കുമ്പം ഒന്ന് അതിനായി പറഞ്ഞു തന്നത്, വേണ്ടാത്ത ഒരു ചിന്ത ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ട, ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. ആരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒന്നും നമ്മൾ ചിന്തിക്കില്ലെന്നേ, വേണ്ട. പിശാച് കൊണ്ടുവരും അങ്ങനത്തെ ചിന്തകളൊക്കെ, വേണ്ടാത്ത ചിന്തകൾ, പാപചിന്തകൾ, ജഡത്തിൻ്റെ ചിന്തകൾ. അപ്പോൾ എന്ത് ചെയ്യണം? ദ നെയിം ഓഫ് ജീസസ് ഐ ക്യാൻസൽ ഇറ്റ്. ആ ചിന്ത പോട്ടെ എൻ്റെ മനസ്സിനകത്ത്. വേണ്ടാത്ത ഒരു ചിന്തയും എനിക്ക് വേണ്ട. ഈ വചനം എൻ്റെ അകത്ത് ഇങ്ങനെ നിറയട്ടെ. നമ്മളത് പരിശീലിക്കണം കേട്ടോ. നമ്മൾ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ തന്നെ ആത്മലോകത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെക്കുറിച്ച് തന്നെ എന്തുമാത്രം വേണ്ടാത്ത ചിന്ത നമ്മുടെ അകത്ത് കിടപ്പുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ കുറേ ചിന്തകൾ, കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് കർത്താവ് എങ്ങനെയെങ്കിലും നമ്മളെ വളർത്തണമെന്നും ആത്മീയമായിട്ട് ഉയർത്തണമെന്നും നമ്മളെ ഭാവി അനുഗ്രഹമാക്കണമെന്നും കർത്താവ് ചിന്തിച്ചാൽ പോലും ചില സമയത്ത് നമ്മളെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി ഒരു കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തീർച്ചയായും തരും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി ഒന്ന് മാറ്റണമെന്നുണ്ട്. ഞാൻ ആലോചിക്കുന്ന എല്ലാ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കൂടിയായാലും കർത്താവിൻ്റെ വേല ചെയ്യാമല്ലോ അല്ലേ നമുക്ക്? അങ്ങനെ ഒരു ചിന്താഗതി എനിക്കുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ മനസ്സിലുള്ള ആ ചിന്താഗതി ഒന്ന് മാറ്റണം. കർത്താവ് ബ്ലെസ് ചെയ്യാൻ തയ്യാറാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിടുങ്ങിയതാണ്, നമ്മളതൊന്നും അങ്ങ് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ചിന്ത എല്ലാവർക്കും വരില്ലേ ഈ പ്രശ്നങ്ങൾ? എൻ്റെ ഉള്ളിലെ ചിന്ത എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്യാം. അതിനിപ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു ദാസൻ എന്നോട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ടിട്ടല്ലേ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഈ കടഭാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സിസ്റ്റർ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനും കൂടെ ഒന്ന് ആഗ്രഹിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു വരാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ നിന്നൊക്കെ തെറ്റായ ചില ധാരണകൾ കേട്ടതിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിൽ വരില്ലേ? വരാം. നമ്മുടെ ഉള്ളിൽ കയറിക്കൂടാ. അതിനെ എടുത്തു കളയാനൊക്കെ നമുക്ക് പലപ്പോഴും പ്രയാസമാണ്, പല തിയോളജികളും പല കാര്യങ്ങളും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചാൽ ചില സമയത്ത് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ഇടുക്കവും ഞെരുക്കവും വിശാലതയും ഇല്ലാത്ത മനസ്സാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കുക പോലുമില്ല. ചിലയിടത്ത് അത്ഭുതങ്ങൾ നടന്നു ദൈവാത്മാവിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കാത്ത എത്രയോ പേരുണ്ട്. ഹല്ലേലൂയ. ഒരു വീര്യപ്രവൃത്തി നടന്നാൽ കർത്താവിൻ്റെ ആത്മാവാണ് ചെയ്തതെങ്കിൽ നമ്മളത് അംഗീകരിക്കാനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കയ്യിൽ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കണം, നമ്മുടെ മനസ്സിൻ്റെ ഇടുക്കങ്ങളെ വിട്ടുകൊടുക്കണം, ഞെരുക്കങ്ങളെ വിട്ടുകൊടുക്കണം. കർത്താവേ, എന്നെ അങ്ങ് എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ എന്നെ എന്ത് ചെയ്യണം? ഉപയോഗിച്ചാട്ടെ. എനിക്ക് എൻ്റേതായ കുറേ ലിമിറ്റേഷന് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. കാരണം എനിക്ക് കഴിയത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അല്ലേ? പലരുടെയും വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാഹചര്യം അനുകൂലമല്ല, സാമ്പത്തിക വിഷയമുണ്ട്,
എൻ്റെ മക്കളുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട്, നമ്പർലെസ്സാണ് ആ വിഷയങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെന്നുള്ള വ്യക്തിയെ നമ്മൾ ചുരുക്കി കളയുന്നു. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയുന്നു, അല്ലടാ മോനെ, അല്ലടാ മോളെ, നീ ഇതൊന്നും നീ ചിന്തിക്കുന്ന പോലുള്ള ആളല്ല. നിന്നെക്കുറിച്ച് എനിക്കൊരു പർപ്പസ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? നീ നിൻ്റെ മനസ്സിനെ വിശാലമാക്കണം. എനിക്കിത് കഴിയില്ല, അത് കഴിയില്ല, അതിനെനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ പറയരുത്. എന്നാൽ അമൃത എന്നുള്ള വ്യക്തി ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഉണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഒത്തിരി നാൾ. ദൈവത്തിന് അതുകൊണ്ട് എന്നെ ഉപയോഗിക്കാനും പറ്റിയിട്ടില്ല. ഇതിനുള്ള യോഗ്യത എനിക്കില്ല, ഇതിനുള്ള പഠനം എനിക്കില്ല, ഇതിനുള്ള കഴിവ് എനിക്കില്ല, സംസാരിക്കാൻ എനിക്ക് ശേഷിയില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യരുത്? പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യരുത്. കർത്താവേ, എങ്ങനെ അങ്ങേക്ക് എന്നെ ഉപയോഗിക്കാമോ തരൂ അങ്ങയുടെ കയ്യിൽ, എന്നെ അങ്ങ് ഉപയോഗിക്കണേ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇങ്ങനെ പാടാറുണ്ട് കേട്ടോ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല. ചുമയുണ്ട്, അതുകൊണ്ട് പാടാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ഇതാ, കർത്താവേ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ. ഒരു പേനയ്ക്ക് മഷി തീരുന്നവരെ പറയാമല്ലോ എന്നെ ഉപയോഗിക്കണേ. ജീവൻ തീരുന്നവരെ കർത്താവേ, അല്ലേ? പേനയ്ക്ക് മഷി തീരുന്നത് വരെ പറയാം, അല്ലേ? എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞൂടെ? എഴുതിക്കൊണ്ടിരിക്കാമല്ലോ ആ പേന വെച്ച്, തീരുന്നവരെ തന്നെ. അപ്പം അതുപോലെ ഞാൻ കർത്താവിനോട് പറയും, അപ്പാ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങുന്നെങ്കിൽ നിങ്ങളുടെ ബലഹീനതകളൊന്നും ദൈവത്തിന് വിഷയമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുകയും നിങ്ങളെ കർത്താവ് ശക്തമായ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലെ ലിമിറ്റേഷനുകൾ ഉണ്ടെങ്കിൽ, പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചിലത് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ഇന്ന് പൊട്ടണം, എല്ലാം ഇന്ന് ബ്രേക്ക് ചെയ്യണം, എല്ലാം ബ്രേക്ക് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സിലുള്ള ആ കെട്ടുകൾ ഇന്ന് പൊട്ടണം. പിശാചിട്ട കെട്ട്, എനിക്ക് പറ്റത്തില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത്, എനിക്ക് സാഹചര്യം അനുകൂലമായിട്ടില്ലെന്ന് പറയുന്നത് പൊട്ടണം. അതിന്ന് പൊട്ടി മാറ്റണം. നിങ്ങളുടെ ആ ചിന്തയിലിട്ടിരിക്കുന്ന പിശാചിൻ്റെ ആ കുരുക്ക്. ഹല്ലേലൂയ. അപ്പം ഇന്ന് മുതൽ അത് പൊട്ടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഇന്ന് മുതൽ പ്രകാശം പരത്തുന്നവരായിട്ട് മാറും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അതിന് സഹായിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിഷയം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇടയ്ക്ക് പരിശുദ്ധാത്മാവും കൂടെ സംസാരിക്കുന്നുണ്ട്. സിസ്റ്റർ അമൃത സംസാരിച്ചാൽ മാത്രം ശരിയാവില്ലല്ലോ. ഹല്ലേലൂയ. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്നവന് ഒരാഗ്രഹം. അപ്പോൾ എന്തൊക്കെയോ കൊണ്ടവൻ ദൈവത്തെ പോലെ അല്ലെന്ന് അവന് തന്നെ അറിയാം. ഇങ്ങനെയുള്ള ദൂതനെ ദൈവം വെട്ടി താഴെയിട്ടു. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? ഞാൻ എൻ്റെ സാദൃശ്യത്തിൽ, എൻ്റെ സ്വരൂപത്തിലും എൻ്റെ മക്കളെ ഉണ്ടാക്കും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ വീണ ദൂതൻ ഇഷ്ടപ്പെടുമോ? ഇല്ല, അല്ലേ? എനിക്കിവിടെ ഒരു 5 ഏക്കർ വസ്തു ഉണ്ടെന്നിരിക്കട്ടെ. ഞാനാണ് അതിൻ്റെ അധികാരി, അതിനൊരു യജമാനനുണ്ട്, അധികാരിയാക്കി എന്നെ വെച്ചേക്കുവാണ്. ഒരു സുപ്രഭാതത്തിൽ എന്നിൽ തെറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് എന്നെ അധികാരത്തിൽ നിന്ന് നീക്കി വേറൊരാളെ അവിടെ വെച്ചാൽ എനിക്കിഷ്ടപ്പെടുമോ? ഇല്ലല്ലേ. ഞാൻ ഏത് പൊസിഷനിലാണോ ആകാൻ നോക്കിയത് അവിടെ അവനെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ശരിയല്ലേ?
അങ്ങനെയാണ് ഈ പിശാച് നമ്മുടെ ശത്രുത്വത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം. നിങ്ങളത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവൻ വരാൻ നോക്കിയെടുത്തേക്ക് ഞാൻ ദൈവത്തോട് സമനാകുമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മക്കളെ ഉണ്ടാക്കുകയാണ്. മക്കളെ, എൻ്റെ സന്തതികളെ ഞാൻ ഉണ്ടാക്കുക. ഹല്ലേലൂയ. നീ ആകാൻ നോക്കിയ സാദൃശ്യത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. എത്ര മഹത്വകരമാണെന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം സൃഷ്ടിച്ചു. ചില ട്രാൻസ്ലേഷനിൽ കാണാം, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ശരീരം കൊണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കി നമ്മളെ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചു. പിശാചിന് ഇഷ്ടപ്പെട്ടില്ല, അവൻ തള്ളിയിട്ടു. സർവ്വലോകവും വാഴാനായിട്ട് ആദത്തെ ദൈവം വിളിച്ചെങ്കിൽ പിശാച് പറഞ്ഞു, ഞാൻ വാഴും, നിന്നെ ഞാൻ തള്ളിയിടും. അല്ലേ? ഒരു അനുസരണക്കേടിനാലേ എത്ര നിസ്സാരമായി മനുഷ്യനെ തള്ളിയിട്ടിട്ട് അവൻ സർവ്വലോകത്തിൻ്റെ അധികാരിയായി വിലസുന്നു. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമുക്ക് ആ പവർ തിരിച്ചു പിടിക്കണ്ടേ? അതിനാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ, ഹല്ലേലൂയ, അവനെ തകർക്കുന്നവനായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ്റെ തലയെ തകർക്കാൻ അധികാരവുമായിട്ട് സഭയാകുന്ന തൻ്റെ ബോഡിയെ ദൈവം ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അവനെ തിരിച്ചറിയുകയും അവൻ്റെ തലയെ തകർക്കുകയും വേണം. അവൻ എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഒരിടവും പതിയിരിക്കാൻ അനുവദിക്കരുത്. എല്ലായിടത്തുനിന്നും അവനെ പിടിച്ചെടുത്ത് അവനെ നശിപ്പിച്ച് കളയുന്നതായിരിക്കണം ദൈവമക്കളുടെ പണി. അതുകൊണ്ട് ഫസ്റ്റ് വി ഹാവ് ടു ഡിസേൺ ദ സ്പിരിറ്റ്സ് ആൻഡ് ഓവർപവർ ദം ആൻഡ് റൂൾ ദം. ഹല്ലേലൂയ. അവരെയൊക്കെ വാഴ. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ഈ ക്ലാസ്. ഹല്ലേലൂയ. അതിന് നമ്മൾ തയ്യാറാകുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി നിന്ന് ആ കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ പേടിയായിരുന്നു. പിശാചിനെ ശാസിക്കാനൊക്കെ പോയി, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ആ കർത്താവ് എന്നോട് പറഞ്ഞത്, ഞാൻ നിനക്ക് ശക്തിയും അധികാരവും നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലം, അത് തന്നെ, 2 ബലമല്ല, 5 ബലമല്ല, അവൻ്റെ 10 ബലമല്ല, സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? അധികാരം ഉപയോഗിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ശക്തിയും അധികാരവും അഭിഷേകവും ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കുക. ഹല്ലേലൂയ. അതിനൊരു വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക. അധികാരത്താൽ നിങ്ങൾ നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അവനെ അന്വേഷിക്കേണ്ട, അവൻ നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴും. പിശാച്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ. കാരണം എന്താ? നമ്മുടെ അധികാരവും നമ്മുടെ ശക്തിയും അവനെ ഭയപ്പെടുത്തും. ഹല്ലേലൂയ. അവനെ അന്വേഷിച്ച് നടന്ന് നിങ്ങൾ കീഴടക്കാൻ നടക്കണ്ട. നിങ്ങളുടെ അടുക്കൽ വന്നവൻ കീഴടങ്ങും. കാരണം അവനെ കീഴടക്കാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഡ്രോപ്പ് ബൈ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് അധികാരിയുടെ കൂടെ നിങ്ങൾ നടക്കുമ്പോഴാ. ഹല്ലേലൂയ. ആ പവറും അധികാരവും ഉള്ളവൻ ഉള്ളിൽ ഇരിക്കുന്നെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാ. അധികാരത്തിൽ ചിലത് കൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാ, നിങ്ങളുടെ നാവ് അധികാരം പറയാൻ തുടങ്ങുമ്പോഴാ അത് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. യേശു എവിടെയെല്ലാം നടന്നോ അവിടെയെല്ലാം ഈ പിശാച് ഇളകിയിട്ട്, അശുദ്ധാത്മാക്കൾ ഇളകിയിട്ട്, നീ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവർ വിളിച്ചു പറഞ്ഞെന്ന്. യേശു പറഞ്ഞുകൊണ്ട് ഇടന്നില്ല, അവർ പറഞ്ഞു ആരാണെന്ന്. നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം പിശാചിന് അറിയാം. നിങ്ങൾ എഴുന്നേൽക്കേണ്ട പോലെ എഴുന്നേറ്റാലുണ്ടല്ലോ, നിങ്ങളുടെ പേരും അഡ്രസ്സും പിശാചിൻ്റെ കൈ കൃത്യമായിട്ട് കാണും. മനസ്സിലായി? ആരാണെന്ന് അവൻ പറയും, ഇവൻ ആരാണെന്നല്ലേ. വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് നടന്ന ഒരു സ്ത്രീയെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നില്ലേ? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അവരുടെ ഉള്ളിൽ ഭൂതമല്ലേ ഇരുന്നത്, പരിശുദ്ധാത്മാവൊന്നും അല്ലല്ലോ. പക്ഷെ അവർക്ക് എങ്ങനെ മനസ്സിലായി? ഭൂതത്തിന് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ആരാണെന്ന് അവൻ അറിയാം, അല്ലെങ്കിൽ അറിയിക്കണം. ഹല്ലേലൂയ. ആത്മലോകത്തിൽ ഒരു അഡ്രസ്സ് ഇല്ലായിരുന്നിട്ട് എന്ത് കാര്യം? യേശുവിനെ അറിയാമോ? പിന്നെ
യേശുവിനെ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, പിശാചിനെ നിങ്ങളെ അറിയത്തില്ല. ഹല്ലേലൂയ. അല്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ്. ഭൂതത്തേക്ക് വരട്ടാൻ പോകുമ്പോൾ ഭൂതം ചോദിക്കും, ആരാ? യേശുവിൻ്റെ നാമത്തിൽ പോടാ. ഭൂതം പറയുന്നു, നൺ ഓഫ് യുവർ ബിസിനസ്, നിന്റെ ജോലിയല്ലത്, പോകാൻ പറയും. എന്തുകൊണ്ടാണ്? ഭൂതത്തിനെ അറിയത്തോലും ഇല്ലെന്നേ. ആത്മീകമായി ഒരു പടി പോലും അവൻ വളർന്നിട്ടില്ല. യേശു എന്നുള്ള നാമവും പറഞ്ഞ് അങ്ങ് ചെന്ന ഉടനെ ഭൂതം പോകും നിങ്ങൾ വിചാരിക്കല്ലേ. ചിലത് കേട്ടോ, ചിലതൊക്കെ കർത്താവിൻ്റെ നാമം പറയുമ്പോൾ അന്നേരെ കീഴടങ്ങും. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. ചിലത് യേശുവിൻ്റെ നാമം പറഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഇല്ലെങ്കിൽ, അതിനുള്ള പവർ ഇല്ലെങ്കിൽ അതവിടെ നിറങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഓരോരോ അതോറിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായും ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇങ്ങോട്ട് ജനിച്ച ശിശുവിൻ്റെ അധികാരമല്ലല്ലോ വളർന്ന ഒരാൾക്കുള്ളത്, ആണോ? അല്ലേ? ഒരു വീട്ടിലെ രക്ഷകർത്താക്കളുടെ പവർ മക്കൾക്കുണ്ടോ? ഇല്ല. നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ വളർന്ന് 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 വരും തോറും റെവലേഷൻസ് അറിഞ്ഞ്, വെളിപ്പാടുകൾ അറിഞ്ഞ്, ബൈബിൾ അറിഞ്ഞ്, ആത്മാവിനെ ഗ്രഹിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, എത്രത്തോളം നിങ്ങൾ ഈ അന്യഭാഷയിലൊക്കെ എത്ര സമയം പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർ ഓരോ സമയവും 8, 9, 10 മണിക്കൂർ വരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവദാസൻ എന്നെ വിളിച്ചോ പറഞ്ഞു, ഞാൻ 5 മണിക്കൂർ രാവിലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, 5 മണിക്കൂറൊന്നും ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒറ്റ ഇരിപ്പിലിരുന്ന് 5 മണിക്കൂർ അപ്പോഴൊക്കെ ആയിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഒരു പക്ഷേ ആവുമെന്നുപോലും എനിക്കറിയില്ല. രാവിലെ കൃത്യമായിട്ട് 1 മണിക്കൂർ ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കും. ഒറ്റ മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കും. അത് ചെയ്യാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. കാരണം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, അല്ലേ? വെല്ലുവിളികളും അത്രയും എനിക്കുണ്ടാവും. അന്ന് ആത്മമണ്ഡലത്തിൽ ജയിക്കാനുള്ള പവറും അധികാരവും ഇല്ലാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റേതായ തലത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അപ്പം അതിനുള്ള പവർ വേണമെങ്കിൽ ടങ്സിൻ്റെ ഗിഫ്റ്റ് ലഭിച്ചവരെല്ലാം 1 മണിക്കൂറെങ്കിലും രാവിലെ ടങ്സിൽ പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാവൂ. ഇനി ടങ്സ് ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം, പാട്ടുകൾ പാടണം, ആരാധിക്കണം, ബൈബിൾ വായിക്കണം. 1 മണിക്കൂറെങ്കിലും രാവിലെ, 1 മണിക്കൂർ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ രാത്രി 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം ശത്രുവിൻ്റെ ആയുധങ്ങൾ അവൻ മെനയുന്നതൊന്നും, അവൻ്റെ തന്ത്രങ്ങളൊന്നും നമുക്കെതിരെ വരാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്നും അനേക വിശ്വാസികളും ഉറക്കോ, ഗാഠനിദ്രയുടെ ആത്മാവെന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് പിടിച്ചേക്കുക. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പൈശാചിക ശക്തി ഉറങ്ങുന്ന സമയത്ത് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ബൈബിൾ വായിക്കാതിരുന്ന ഉറങ്ങിപ്പോവും. ബൈബിൾ വായിക്കാതിരിക്കും എന്ത് പറ്റും? ഉറക്കം. അതുവരെ ഉറക്കം വരത്തില്ലെന്നേ. ബൈബിൾ വായിക്കാതിരിക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉറങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഇത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആത്മമണ്ഡലത്തിൽ നമ്മൾ വളർന്നു വരികയാണല്ലോ, എല്ലാ കാര്യങ്ങളൊന്നും എല്ലാം ആർക്കും അറിയത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം ഇങ്ങനെ ഉറക്കം വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഉറക്കം വന്നാൽ എനിക്ക് അപ്പോൾ ഉറങ്ങണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. പിന്നെ എഴുന്നേറ്റൊന്ന് മുഖം കഴുകുകയോ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കുകയൊന്നും അന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ എന്ത് അന്നേരം എനിക്ക് ഉറങ്ങണം. ഇങ്ങനെ അവിടെ തന്നെയെങ്കിൽ അവിടെ തന്നെ വീണ് കിടന്ന് ഉറങ്ങുക. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? സഡനായിട്ട് എൻ്റെ ശരീരം വിട്ട് പുറത്തു വന്നു. എന്നിട്ട് ആ പൈശാചിക ശക്തി എന്നോട് പറയുകയാണ്, ഹ, ഞാൻ നിന്നെ ഉറക്കി. എനിക്കിതുപോലൊരു ദേഷ്യം മനസ്സിലായല്ലോ. എനിക്ക് അന്നാ മനസ്സിലായത് ആരായി ഉറക്കുന്നവൻ ഇവനാ. ഞാൻ മലയാളത്തിൽ തന്നെ അവനെ തെറി വിളിച്ചു, പോടാ കള്ള പിശാചേ, എന്നെ ഉറക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല, ഇന്ന് മുതൽ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു. എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു നീയാണ് എന്നെ ഉറക്കിയിടുന്നതെന്ന്. അന്ന് മുതൽ ഞാൻ അവനെ ജയിക്കാൻ പഠിച്ചു. കർത്താവിൻ്റെ കണ്ണ് തുറന്നു നിന്നുകൊണ്ടാണല്ലേ കണ്ടത്. ചിലർക്കൊന്നും മനസ്സിലാവില്ല ഈ ഉറക്കം, ഗാഠനിദ്രയുടെ ഒരു കള്ളപ്പിശാച് വന്നിട്ടാണ് ഈ ഉറക്കിക്കളയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാണ് പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഉറങ്ങുന്നത്. ചിലർ ഈ മീറ്റിങ്ങിനിടയിൽ ഭയങ്കര ബഹളമുള്ള ആരാധന നടക്കും, മീറ്റിങ്ങിനിടയിൽ ഇരുന്ന് ഉറങ്ങിക്കളയും. അവിടെ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ആരാധന, അപ്പുറം ഇപ്പുറം വീടുകളിലുള്ള ഒരു പരാതിയായിരിക്കും. പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ ഇതാണ്ടേടെ ഇതിനകത്തിരുന്ന ആൾക്കാർ ഉറങ്ങുന്നു, പിന്നെ നമുക്കെന്ത് പ്രശ്നം? അപ്പോൾ ഇതിനകത്തിരുന്ന് ഇതുപോലെ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? ഇതാണ് പിശാചിൻ്റെ പദ്ധതിയാണ്, അവനെ ഉറക്കിക്കളയും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി ഒരു വിങ്ങുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവനെ ഉറക്കാൻ
ഡിസ്റ്റർബൻസുകൾ കൊണ്ടുവരും. ഒന്നെങ്കിലും ഒരു ഫോൺ കോൾ, അതുവഴി പിന്നെ പോവും, വരത്തില്ല പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയ്ക്കിട്ട പായും ബൈബിളും അവിടെ തന്നെ കാണും, പിന്നെ അവൻ വരത്തില്ല. അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം, അപ്പോൾ അതുവരെ ഒരു പ്രശ്നവും കാണത്തില്ലെന്നേ, അതുവരെ ഒരു പഴി. എല്ലാ വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അടി. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത്. കുടുംബമായിട്ട് അവരെപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നോ അവിടെ വഴക്ക്, പ്രാർത്ഥനയില്ല, പിരിഞ്ഞുപോയി. എല്ലാ ദിവസവും വഴക്കുണ്ടാകുന്ന സമയം, പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയം അവർ പറയും കണ്ണ് തുറന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ശാസിക്കേണ്ടവനെ ശാസിക്കണം. പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ദുരാത്മശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, വിട്ടുവോ. ഒരു വേലി കെട്ടണം അവിടെ, എന്നിട്ടിരിക്കണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടോ? ഇതാ ടിപ്പ്, ഇതാ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നവൻ ദുഷ്ടനാ. ഹല്ലേലൂയ. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീ കത്തും അവനറിയാം. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾ അവൻ്റെ രാജ്യത്തെ തകർക്കുമെന്ന് അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് നേരത്തെ അവൻ അസൈൻ ചെയ്ത് വിട്ട കുറച്ച് സ്പിരിറ്റ്സ് ഉണ്ട്, ഡിമോണിക് സ്പിരിറ്റ്സ്. അവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. മനസ്സിലാക്കണം. ഇത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, മക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല അവൻ. ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, തിരക്കുള്ളവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പോകില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരു സമയം ഉണ്ടാകട്ടെ, പ്രാർത്ഥന വീട്ടിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഉണ്ടായാൽ മതിയാകും. ഇല്ലെങ്കിൽ നിങ്ങളത് പുനഃസ്ഥാപിക്കണം, എവിടെയെങ്കിലും മുടങ്ങിക്കിടക്കുന്നെങ്കിൽ. കാരണം പ്രാർത്ഥനയെ തടയുന്ന ഒരു ദുരാത്മമണ്ഡലം നമുക്ക് ചുറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഉറക്കിയിടുന്ന ഒരു പിശാച്, ഉറക്കത്തിൻ്റെ പിശാച്, ഉറക്കിക്കളയുന്ന പിശാച്. അവൻ അപ്പോയിൻ്റ് ചെയ്ത് വിട്ടേക്കുക കേട്ടോ. എന്തുകൊണ്ട്? ഇവൻ പ്രാർത്ഥിച്ചാൽ ഇവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലോട്ട് അവൻ വരും, മറ്റുള്ളവരെ മാറ്റിക്കളയും. കാരണം എനിക്ക് അവിടെ ഇരിക്കേണ്ടതല്ലേ, പിശാചിനാണ് ദൈവത്തെ പോലായി അവിടെ ഇരിക്കേണ്ടത്, അവനാണ് അധികാരം വേണ്ടത്. അപ്പോൾ ഇവരെല്ലാം കൂടെ അധികാരത്തോടെ എഴുന്നേറ്റാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനിവനെ ഉറക്കിയിടാം. ഹല്ലേലൂയ. അന്നു മുതൽ ഇന്ന് വരെ എന്നെ ഉറക്കാനായിട്ട് പിശാചിന് പറ്റിയിട്ടില്ല. പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലോ, ചൂടുവെള്ളം കുടിച്ചിട്ടാണെങ്കിലോ, നടന്നിട്ടാണെങ്കിലോ, ഓടിയിട്ടാണെങ്കിലോ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെ അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ. ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്ന് ഉറങ്ങും, ഇതെൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ക്ഷീണം കൊണ്ട് ഉറങ്ങാം, പക്ഷേ അതും അവൻ്റെ ഒരു ബലഹീനതയല്ലേ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത്. ജഡം ബലഹീനമാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആത്മാവ് ഒരുക്കമുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഖമില്ലാതായപ്പോൾ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ജഡം ബലഹീന, ആത്മാവോ ഒരുക്കമുള്ളത്, നീ ആത്മാവിൽ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. അങ്ങനെ പറ്റത്തുള്ളൂ സഹോദരങ്ങളെ. അപ്പോൾ എനിക്ക് സഫർ ചെയ്യുന്നുണ്ട്, നല്ല ഒരു ഇറിറ്റേഷൻ തൊണ്ടയ്ക്കുണ്ട്, ലങ്സിനകത്തുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്നത് എവിടെ നിന്നാണ്? ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ശരീരം അവിടെ ഷട്ട് ഡൗൺ ആവും, കുറേ ആയേ പറ്റത്തുള്ളൂ. കാരണം ആത്മാവിലാണ് ഞാൻ ചലിക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പല രോഗങ്ങളും താഴോട്ട് വരും. കാരണം സ്പിരിറ്റ് മാൻ ഈസ് ആക്റ്റീവ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മ മനുഷ്യൻ ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അവൻ പറയുന്ന പോലെ കേൾക്കാൻ തുടങ്ങും. പിന്നെ സ്പിരിറ്റ് ആയിരിക്കണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരം അല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതാ, എന്താണ്? കർത്താവുമായി ഒന്നിച്ചു ചേർന്നവൻ ആത്മാവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് നമ്മളെ നയിക്കണം. ദൈവാത്മാവ് നയിക്കുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ആത്മാവിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, അതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെ നിന്നുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലേ. ഇനി അവനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങളൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ നാളെ ഞാൻ അശുദ്ധാത്മാക്കളെക്കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പറയാം. അപ്പോൾ ഒരു വചനം കൂടി വായിക്കുക. യെഹെസ്കേൽ 28:12 മുതൽ 17 വരെ ഒന്ന് വായിച്ച് അവൻ്റെ ആ ഒരു സൃഷ്ടി, അതായത് ആ ദൂതൻ എങ്ങനായിരുന്നു കർത്താവ് സൃഷ്ടിച്ചിരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാനാണ്. യെഹെസ്കേൽ അതിൻ്റെ 28-ാമത്തെ അധ്യായം കേട്ടോ.
12 മുതൽ 12 തോന്നുന്നത്, നോക്കും. ആ ആ ആ ആ ആ ആ ആ നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. ആ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, ആ പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ നടുവേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഇത്രയും കാര്യങ്ങൾ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മനോഹരനായ ഒരു ദൂതനായിരുന്നല്ലേ. രത്നങ്ങളൊക്കെ പതിപ്പിച്ച, മണ്ണുകൊണ്ടല്ല അവനെ ഉണ്ടാക്കിയത്. വളരെ ശ്രദ്ധിക്കണമേ. ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യ സമ്പൂർണൻ, രത്നങ്ങൾ പതിപ്പിച്ചവൻ, കൂടുകളും തടങ്ങളും അല്ലേ. അവൻ്റെ ചിറക് വിടർത്തുമ്പോൾ മ്യൂസിക് കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ മനോഹരമായി സ്വർണ്ണ കമ്പികൾ കൊണ്ട് തീർത്തവൻ അല്ലേ, രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവൻ. നമുക്ക് മനുഷ്യരുടെ ജ്ഞാനത്തിനും പൊട്ടബുദ്ധിക്കൊന്നും ഇതൊന്നും മനസ്സിലാവത്തില്ല. രത്നം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റും, അല്ല ദൂതനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ച് കളയും. മണ്ണുകൊണ്ട് നമ്മളെ ഉണ്ടാക്കി ഇരുത്തിയിരിക്കുന്നില്ലേ, പിന്നെയാണ് കർത്താവ് ഇതൊക്കെ കൊണ്ടൊരു ദൂതനെ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അങ്ങനെയുള്ളൊരു ദൂതന് ഒരു അഹങ്കാരം ഉണ്ടായി അല്ലേ. ദൈവത്തിൻ്റെ ഏദനിലായിരുന്ന, ദൈവത്തിൻ്റെ സ്വർഗീയ സ്ഥലത്തായിരുന്ന ഒരു ദൂതന് അഹങ്കാരം ഉണ്ടായി. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ അടുക്കൽ അവനേക്കാളും വലുതായി എനിക്ക് തീരണം അല്ലേ, ഞാൻ അതിനൊക്കെ മേലെ കയറണമെന്ന് തോന്നി. ആ നിമിഷം അവൻ അഹങ്കാരം ഉണ്ടായപ്പോൾ അവൻ്റെ അണ്ടറിൽ എത്ര ദൂതന്മാരുണ്ടായിരിക്കും? ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്കൂളിൽ ഹെഡ് എന്ന് പറയുന്ന ഒരാൾ, അതിൻ്റെ അണ്ടറിൽ ടീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ കുട്ടികളുണ്ട് അല്ലേ. ഒരു ഓഫീസ് തന്നെ നിങ്ങൾ എടുത്തോ, എത്ര ഹയറാർക്കി ഉണ്ടല്ലേ. അതുപോലെ ഇങ്ങനെയുള്ള ഒരു ദൂതൻ്റെ കീഴിൽ ഒത്തിരി ഹയറാർക്കിയിലുള്ള ദൂതന്മാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു അധികാരി വീഴുമ്പോൾ എന്തു പറ്റും? എല്ലാം വീഴും. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ കൂടെ ആരെല്ലാം നിൽക്കുന്നോ അവരെല്ലാം വീഴും. അതിൽ റാങ്കിങ് ലെവലിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അവനൊക്കെ എന്തായി കാണും? ഇവൻ്റെ കൂടെ കൂടിയിട്ടുണ്ടാവും. ഇവൻ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അവരെ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ദൈവത്തെ പോലെ ആവുമ്പോൾ നിങ്ങൾക്കും കസേര തരാം. ഇന്ന് അധികാരികൾ പറയുന്നില്ലേ ഇതിൻ്റെ. ഇത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നോക്കുക അല്ലേ, ഒരു ഗ്രൂപ്പിൽ നിന്ന് എത്ര പേരെ ഭിന്നിച്ചെടുക്കുന്നു. ഇതൊക്കെ സ്വർഗത്തിൽ നടന്നതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണെന്നേ ഇവിടെ നടക്കുന്നത് അല്ലേ. ഓരോ പാർട്ടിക്കൊക്കെ നിൽക്കുന്നവർ അല്ലേ, ഞാൻ അധികാരത്തിൽ വരുമ്പോൾ നിനക്കും കസേര തരാം, ആ പാർട്ടി നീ പാർട്ടി ചാടിക്കോ. ഇതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൂതന്മാരെ എല്ലാം പിടിച്ച് വശീകരിച്ച് ഇവൻ കൊണ്ടുവന്നു അല്ലേ. അവൻ്റെ അണ്ടറിൽ ഒത്തിരി ദൂതന്മാരുണ്ട്. എല്ലാവരും എന്ത് ചെയ്തു? ഇവൻ്റെ കൂടെ കൂടിയ എല്ലാവരെയും തന്നെ ദൈവം തള്ളി. മനസ്സിലായോ? ആരെല്ലാമാണോ പിശാചിൻ്റെ കൂടെ കൂടിയത് അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കൂടെ കൂടിയത് അവരെല്ലാം ദൈവം തള്ളി. മനസ്സിലാവുന്നുണ്ട്? അവരെല്ലാം പാപം ചെയ്തവരായി മാറി. ഇന്ന് ഈ ഒരു ഗ്യാങ്ങിൻ്റെ മുഴുവൻ ലക്ഷ്യം എന്താ? മനുഷ്യവർഗത്തെ തള്ളിയിടുക, അവരെ വഞ്ചിക്കുക,
അവരെ ചതിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി പുതിയ നിയമത്തിൽ നിന്നുകൂടെ ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ ഞാൻ ഒരു 3 വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. 1 തിമോത്തിയോസ് 3:6 വായിച്ചാൽ 1 തിമോത്തിയോസ് ആ 3 വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. എന്നാലേ അടുത്ത ദിവസം എനിക്ക് അൺക്ലീൻ സ്പിരിറ്റ്സിനെ കുറിച്ച് കുറച്ചൊന്ന് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. 1 തിമോത്തിയോസ് 3:6. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നിഗളിച്ചിട്ടാണ് പിശാചിന് ശിക്ഷാവിധി വന്നത്. ഇത് പുതിയ നിയമത്തിൽ നിന്നാണ് വായിക്കുന്നത്. അതൊന്ന് തെളിയിച്ചു തരാനാ. അടുത്ത വാക്യം 2 പത്രോസ് 2:4. 2 പത്രോസ്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പം മനസ്സിലായോ? പാപം ചെയ്ത ഒരാളല്ല, വേറെയും ദൂതന്മാര് ഉണ്ട്. ദൈവം അവരെവിടെ ഏൽപ്പിച്ചിരിക്കുന്നു? ശിക്ഷാവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നുള്ളൂ. ശിക്ഷ നടപ്പാക്കിയോ? ഇല്ല. അടുത്ത് ഒരു വാക്യം കൂടി. യൂദ 1 അധ്യായമേ ഉള്ളൂ, 6 വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ സ്വന്തം വാസസ്ഥലം കാക്കാതെ, സ്വന്തം അധികാരത്തിൽ നിൽക്കാതെ, സ്വന്തം അതോറിറ്റിയിൽ നിൽക്കാതെ, സ്വന്തം സ്ഥാനത്ത് നിൽക്കാതെ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത് ചെയ്യാതെ വിട്ടുപോയ ദൂതന്മാരെ ദൈവം ശിക്ഷിച്ചിട്ടില്ല ഇതുവരെ. ആ ഒരു ശിക്ഷാവിധി വരുന്നതേ ഉള്ളൂ. അത് നമ്മളുടെ അനുസരണം തികഞ്ഞവരായി എഴുന്നേൽക്കണം. കാരണം അവരുടെ വിധിയിൽ നമ്മൾക്കും പങ്കുണ്ട്. മനസ്സിലായോ? പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അനുസരണം പഠിച്ച് തികഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നിത്യതയിലെത്തുമ്പോൾ കർത്താവ് പറയും, ഇത്രയും ദൂതന്മാരുടെ ന്യായവിധി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. കാരണം അനുസരണം പഠിച്ച് നീ എൻ്റെ പുത്രനായി മാറിയവനല്ലേ. അതൊക്കെ ചെയ്യേണ്ട വലിയ ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ഈ ലോകത്തെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ കുറേ പേരുണ്ടെന്ന് മനസ്സിലായല്ലോ. പിശാച് അവൻ്റെ അണ്ടറിൽ വീണുപോയ പല പല ഹയറാർക്കിയിലുള്ള പല ദൂതന്മാർ, ഇവരെയാണ് നമ്മൾ അശുദ്ധാത്മാക്കൾ എന്നൊക്കെ വിളിക്കുന്നത്. ഡീമോണിക് സ്പിരിറ്റ്സ്, അൺക്ലീൻ സ്പിരിറ്റ്സ്. ഇനി അടുത്ത ദിവസം ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൂടെ പറയും. ഇതിനെങ്ങനെ ഡിസേൺ ചെയ്യണമെന്നും പറയും, ഇതിനെങ്ങനെ പുറത്താക്കണമെന്നും പറയും. പിന്നെ ആരെങ്കിലും ഈ അൺക്ലീൻ സ്പിരിറ്റ്സിനാലൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തന്നെ അതിനെ പുറത്താക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊന്നിച്ച് ഒന്നിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകും. ആരെല്ലാമാണോ കർത്താവേ എനിക്ക് ഈ പിശാചിൻ്റെ മേലും അവൻ്റെ സൈന്യത്തിൻ്റെ മേലും സകല അധികാരങ്ങളും അങ്ങ് തരണം. ഹല്ലേലൂയ. ഇവനെ ഡിസേൺ ചെയ്യാനും പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അവനെ പുറത്താക്കണം. അവിടെ ദൈവരാജ്യം നമുക്ക് സ്ഥാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി നമ്മളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമാണ് നൽകി തരുന്നത്, നമ്മുടെ കയ്യിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ കർത്താവ് നിങ്ങളെ തൊടും. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് കേട്ടോ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ആരെല്ലാമാണോ കർത്താവേ ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്, ഡിസേൺ ദ സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ വിവേചനം. കർത്താവേ, എനിക്കത് തിരിച്ചറിയണം. ആത്മാവിൽ നിന്നാണോ, പരിശുദ്ധാത്മാവിൽ നിന്നാണോ സംസാരിക്കുന്നത്, അതോ പിശാചിൻ്റെ ആത്മാവിൽ നിന്നാണോ സംസാരിക്കുന്നത്? അതെനിക്ക് തിരിച്ചറിയണം കർത്താവേ എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. അവർ കർത്താവിനോട് പറഞ്ഞാട്ടെ. അപ്പോൾ ഓരോ വ്യക്തികളിലെയും ഇരിക്കുന്ന സ്പിരിറ്റ്സിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ വിഗ്രഹങ്ങളിൽ ഇരിക്കുന്ന സ്പിരിറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ ഏരിയകളിൽ വസിക്കുന്ന പിശാചിൻ്റെ ദുഷ്ടശക്തികളെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എനിക്കതിനെ പുറത്താക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിശാചുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും ദുഷ്ടശക്തികൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും പുറത്താക്കാനുമുള്ള ഒരു അഭിഷേകം കർത്താവേ എനിക്ക് ഈ നാളുകളിൽ തരണം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് തരികയാണ്. ആരെല്ലാമാണോ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതപ്പ, അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കണം.
ഒരു അഭിഷേകം അവരുടെ മേൽ ഇടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Rabalsmana harotara kalasharo nanto rabana legasaro nahola hattare galasaro kananto rabana le tere rigana likasaro kala dire shamana renthora rigalasaro nanto rabana ligasaro kana rele kesere kala ranto rabana ligasaro kana lentho rabana galese യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്തി അവരെ തൊടാനായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവിന്റെ കരങ്ങൾ ഭവനത്തിലിരുന്ന് കേൾക്കുന്നവരുടെ മേൽ, ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവിന്റെ കരം ചലിക്കണം. റേൻതര ബല ഹസ്സറോ നഥോരബാന ലേക്കസ്ബര റഖനോ ലേത്തര ബലസബര റേംതാര ബല ഹസ്സനോ ധര റിബന ലേക്കസ്സറോ ഖല റന്ധുരു ലഗസ്സറോ ഖന ലെൻഥോറബന ഗലി ബാബ റനംഥുറോ കരസബര റീബാല ഹസ്സറോ ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ കർത്താവേ. ഇപ്പോൾ തൊടണം, എല്ലാ മക്കളെയും തൊടണം. ഏതെങ്കിലും ദുരാത്മശക്തികളാൽ പിടിക്കപ്പെട്ടവര് എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ ഈവിൾ സ്പിരിറ്റ്സ് അവരെ വിട്ടുപോകട്ടെ. ഇപ്പോൾ അവരുടെ ആത്മമണ്ഡലം വിട്ട്, ദേഹി മണ്ഡലം വിട്ട്, ശരീരങ്ങളെ വിട്ട് ആ ദുരാത്മ ശക്തികൾ അഴിഞ്ഞു മാറാനായി ഞാൻ പ്രാർത്ഥിക്കുക. റൻധര ബലഹസറോ നന്ഥോറബനഗലേസെ റബലഹത്തരോ ഗലസറോഖന ലന്ഥോറഗന റാലഹസറോ നന്ഥര റിഗന ലേസറോഖന റഖല ദർശദോ റഖാല ബാരസമന റിഹന ലേസറോഖന ലെൻതെ റീബാല ബസമന റംധുരു റബന ലേകസറോഖല തെരെ റീബാന ബലഹസറോ നന്ഥരോ റബന ഗലസറോഖന ലന്ഥോറഗന ലേസെ റഖന ലെൻഥുറു ബനലിഗാർ ബരഗ റിദ്ധുന ബിനഗല സുറുബര ഹലത്തറോ കനിസ റെൻധര പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരങ്ങൾ ചിലതിന്റെ മേൽ വീഴട്ടെ കർത്താവേ. ഒരു ദേശത്ത് അവർ കാൽ ചവിട്ടുമ്പോൾ അവിടെയുള്ള പൈശാചിക ശക്തികൾ വിറച്ച് അവരുടെ മുമ്പിൽ കീഴടങ്ങട്ടെ കർത്താവേ. ലഗ്യോൻ അങ്ങയുടെ മുമ്പിൽ കീഴടങ്ങിയതുപോലെ കർത്താവേ, ഈ നാളുകളിൽ പ്രിയ മക്കളുടെ കണ്ണുകളെ തുറന്നു കൊടുക്കണം. ചിലത് കാണാൻ, ചിലതറിയാൻ, ചില അധികാരങ്ങൾ പ്രാപിപ്പാൻ, ചില അഭിഷേകങ്ങൾ പ്രാപിപ്പാനായിട്ട് യേശുവിന്റെ നാമത്തിൽ ചില അനോയിന്റിങ്ങിന്റെ പുതപ്പുകൾ കർത്താവ് ഇപ്പോൾ ഇടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുക. റേൻധര റിഗല ധീര ശമന റിഖല ദരശദോ റബാന ഹാല ഹസോ നഥോ റബാനെ റെൻസാര ബാല ഹരെ ദരെ കലശോ റബാന ധീരെ റേ ബൻസ് മന റുഖോല ധീര ബാല ഹസറോ ധരെ റബല ബരാസി ഖാന ബാല ഹറോ തരോ കലിസെ റബൻസ് മന ഹലോ ഹാറോ തെരെ കലിസെ റബാന ലീഖസ് ബര റഖോന ലേഥര ബലശബര റബാന ലേഖർ ദോറഗീര റീഥുന ബനഗീല ഹദുബാന ബാമേ നീന്തോ ബനഗലി ബരനീല സുറുഖര. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ തലങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവീകമായ സ്പർശനങ്ങൾ ചിലരുടെ ശരീരങ്ങളിൽ സംഭവിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ആത്മമണ്ഡലത്തിൽ ചില പോർട്ടലുകൾ ചിലർക്ക് മീതെ തുറന്നു വരുന്നതിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ. रे ले सिखाला रनो भरा केलिसा रनो हतरे बाना दारा मनाले देरे गनसरो खलदारा मनाले सखरे रे ले सिखाला बरहसदे രോഗങ്ങളിട്ട് ചില ശരീരങ്ങളെ ഭാരപ്പെടുത്തുന്ന ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. റേൻഥോറ ബല ഹസ്സറോ ഖലേദാര റേഥര ഗലസറോ റേൻഥേര ബല ഹസ്സോന ധാര റിബന ലേകസ്ബര റേ ലേകസഹര. ചിലതിന്റെ ഭാവിയെ തടയുന്ന ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതങ്ങൾ വിട്ട് അഴിഞ്ഞു മാറട്ടെ. റേ ലേ സിഖല റംഥുറു ബല ഹസ്സറോ നംഥോ റബൽസ്ബര ഹത്തരേ ഗലസറോ നംഥര റവന ഗലേസാ റിഹന. ആരോഗ്യത്തിന്മേൽ വലിയ വിടുതലുകൾ ചിലരുടെ ശരീരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആരോഗ്യത്തിന്മേൽ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ വിട്ടു പോവുകയാണ്. നിങ്ങളുടെ ഭവനം വിട്ട്, നിങ്ങളുടെ കോമ്പൗണ്ട് വിട്ട് പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവപ്രവൃത്തി വ്യാപരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. Thank you Jesus for your mighty and wonderful presence, Lord. Hallelujah. നന്ദി കർത്താവേ. ഇവിടെ മഹത്വം ചലിച്ചതിനായി നന്ദി പറയുന്നു. ചില ഭവനങ്ങളെ അങ്ങ് സ്വതന്ത്രമാക്കിയതിനായി നന്ദി. ചില വ്യക്തികളെ അങ്ങ് സ്വതന്ത്രമാക്കിയതിനായി നന്ദി. ചില അധികാരങ്ങൾ ചിലർക്ക് നൽകി കൊടുത്തതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിലെ ദേശത്തിൽ കിടക്കുന്ന ചില ദുഷ്ടനെ ബന്ധിക്കാനും അവനെ പുറത്താക്കാനും ആ ദേശത്തെ സ്വതന്ത്രമാക്കാനും കർത്താവ് ചില അധികാരങ്ങൾ കൊടുക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ഞാനവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ്റെ നാമം തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നവരേക്കും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.
रे बाना लेखे राबाने से ओ सरारा रेथे ओ लशाना रेथे ओ सिना दोरे बेने ले साहोरा तोरे से ओ सिबाना रेले ओ babarele o babaranatho bekhala sorene he 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 Yeshua 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 oh Yeshua 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 oh hallelujah 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 ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില അതിർവരമ്പുകള് കർത്താവ് പൊട്ടിച്ചു കളയുന്നു. ഹല്ലേലൂയ. ചില അതിരുകൾ പിശാച് വെച്ച് കെട്ടിയിരുന്ന് നീ ഇപ്പുറത്തേക്ക് പോണ്ടെന്ന് പറഞ്ഞ് വെച്ചിരുന്ന് ചില കർത്താവ് ചിലതിനെ പൊട്ടിക്കുവാണ് ഇപ്പോൾ. ഓ രത്തോറി ബലവൻശമനാഥര ബനഗല ദാന്തര ബനഗല സറബാന അതരാബല വിശ്വമനം തോറി ബാന ലോഷറോ തേരെ ഓ സാറാബാന ലെഖെ സെഖേരെ തേരിഗാർ. ശുശ്രൂഷകളുടെ വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവ്. ഭാവിയുടെ വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തില് എല്ലാ ദുരാത്മ ശക്തികൾ, എല്ലാ ഭൂതങ്ങൾ, എല്ലാ ഈവിൾ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കും. നരകത്തിലെ അഗ്നിയിലേക്ക് എറിയുന്നു അവന്റെ ശക്തികളെ. O la shora rate o barana le shore ne gese o rabala shana o sarana tere o la shana re tere ge ne seriga o bala sarene o bala sarene ne 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 oh hallelujah rajadi rajave karthadi karthave o angara സാന്നിധ്യം കർത്താവേ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു വീരനെ പോലെ എഴുന്നേൽക്കാൻ ഹല്ലേലൂയ കർത്താവേ, ഒരു വീരനെ പോലെ എഴുന്നേൽക്കാൻ എല്ലാവർക്കും ഇന്ന് ബലം പകർന്നതിനായി നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ്സിങ്സ് ദ നെയിം ഓഫ് ജീസസ്. അവരെ അനുഗ്രഹിച്ചയക്കുന്നു കർത്താവ്. തളരാതെ ഓടുവാൻ ബലം ദൈവം കൊടുക്കണം. ആത്മബലത്തോടെ പുതിയൊരു ചൈതന്യത്തോടെ കർത്താവ് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ഹല്ലേലൂയ. താങ്ക് യു.